കരുവന്നൂർ കള്ളപ്പണക്കേസിൽ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് സിപിഐഎമ്മിനെയും പാർട്ടി നേതാക്കളെയും വേട്ടയാടുന്നത് ചെറുത്തു തോൽപ്പിക്കുമെന്ന് തൃശൂർ ജില്ലാ കമ്മിറ്റി. കേസിൽ സിപിഐഎം നേതാക്കൾക്കെതിരെ പ്രഥമദൃഷ്ട്യാ തെളിവുണ്ടെന്നും വിചാരണ നേരിടണമെന്നുമുള്ള PMRL കോടതി വിധിക്കെതിരെയാണ് സിപിഐഎം ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. കേസ് നിയമപരമായി തന്നെ നേരിടുമെന്ന് ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ പറയുകയുണ്ടായി. കരുവന്നൂർ കേസിൽ ബാങ്കിലെ ചില ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടന്ന തട്ടിപ്പിനെ തുടർന്ന് കേന്ദ്ര സർക്കാർ നയിക്കുന്ന അന്വേഷണ ഏജൻസികൾ സിപിഐഎമ്മിനെയും പാർട്ടി നേതാക്കളെയും വലിയ രീതിയിൽ കടന്നാക്രമിച്ചിരുന്നു. നേതാക്കളെ കേന്ദ്ര ഏജൻസിയായ EDയെ ഉപയോഗിച്ച് പലപ്പോഴായി വേട്ടയാടി. ബാങ്കിൽ നടന്ന 300 കോടി രൂപയുടെ തട്ടിപ്പിന് പിറകിൽ പാർട്ടിക്കും നേതാക്കൾക്കും പങ്കുണ്ടെന്ന വ്യാജാരോപണത്തെ തുടർന്നായിരുന്നു ഏജൻസികളുടെ ഈ വേട്ടയാടൽ. കേസിൽ പ്രഥമദൃഷ്ട്യാ തെളിവുണ്ടെന്നാണ് കലൂർ PMRL കോടതി പറയുന്നത്. നേതാക്കളായ K രാധാകൃഷ്ണൻ MP, AC മൊയ്തീൻ MLA, MM വർഗീസ് തുടങ്ങിയവർ വിചാരണ നേരിടണമെന്നും കോടതി പറഞ്ഞു. പാർട്ടിക്കെതിരായുള്ള ഈ കടന്നാക്രമണത്തെ നിയമപരമായി നേരിടുമെന്ന് ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ പറഞ്ഞു. കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു കേസാണിത്. ഈ കേസിനെ നിയമപരമായി തന്നെ ഞങ്ങൾ നേരിടും. നമ്മുടെ രാജ്യത്ത് നിരവധി കോടതികളുണ്ട്. നിയമപരമായി ലഭ്യമാകുന്ന എല്ലാ അവകാശങ്ങളും വിനിയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള കേസിനെ നേരിടും. PMRL കോടതി പ്രോസിക്യൂഷന്റെ വാദമാണ് അംഗീകരിച്ചതെന്നും രാഷ്ട്രീയ പ്രേരിതമായ കേസാണ് കരുവന്നൂർ കേസെന്നും AC മൊയ്തീൻ പ്രതികരിച്ചു. PMLA കോടതി പ്രോസിക്യൂഷന്റെ വാദമാണ് അംഗീകരിച്ചത്. കൂടുതൽ നിയമ നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും. നിയമപരമായ കാര്യങ്ങളിൽ നിയമ നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് മാർഗം. ആ മാർഗത്തിലൂടെ ഞങ്ങൾ മുന്നോട്ട് പോകും. പാർട്ടിയെയും പാർട്ടി നേതൃത്വത്തെയും BJPയുടെ രാഷ്ട്രീയ ആവശ്യത്തിനു വേണ്ടി പ്രയോജനപ്പെടുത്തിയുണ്ടാക്കിയ കേസുകളിലൊന്നാണിത്. കേസിൽ സംഘടനയെ പ്രതിയാക്കുന്നതിൽ എന്ത് ന്യായമാണ് ഉള്ളതെന്നും കേസിനെ നിയമപരമായി നേരിടുമെന്നും ഇന്ത്യയിൽ നടക്കുന്ന ED അന്വേഷണങ്ങൾക്ക് പിന്നിൽ BJPക്ക് പങ്കുണ്ടെന്നും AC മൊയ്തീൻ മാധ്യമങ്ങളോട് പറഞ്ഞു. കൈരളി ന്യൂസ്, തൃശൂർ.